പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളിയുടെ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. അപ്പം 4-5 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കരുതിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്നലെയാണെന്നല്ല നിങ്ങൾക്കറിയാം, വൈകുന്നേരം ഒരു മഴ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏറെക്കുറെ രാത്രി 1 മണി 2 മണി വരെയോളം ആ മഴ നിന്ന് അതിശക്തമായിട്ടുള്ള മഴ തന്നെയായിരുന്നു. ഒറ്റ മഴ മതി, പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതിരൂക്ഷമായിട്ട് വെള്ളം വരവാണ്, വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്, അതുപോലെ ഒരുപാട് വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ തോടിന്റെ സമീപത്തും ആറിന്റെ സമീപത്തും താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇതിന് വരെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഇതിന് ആരെക്കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ എല്ലാ വർഷവും ഇതൊരു നമ്മുടെ ഈ ദേശീയോത്സവം പോലെ ഇങ്ങനെ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് ഇങ്ങനെ ആചരിച്ചു പോകുന്നതല്ലാതെ പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ പുതുപ്പള്ളിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള, പുതുപ്പള്ളി തന്നെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞ കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. കോട്ടയം ജില്ലയുടെ ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ആൾക്കാർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ വെള്ളത്തിന്റെ ദുരിതം. അപ്പം ഇത് കഴിഞ്ഞ വർഷം മഴ പെയ്ത് വെള്ളം പൊങ്ങിയ സമയത്ത് ഞാൻ അവിടെ പോവുകയും വീഡിയോ എടുക്കുകയും ഒരുപാട് ആൾക്കാരെ കൈതപ്പാലത്തും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു, കളക്ടർ വരുന്നു, അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ സംഘടനകളുടെ ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിനൊരു പോംവഴി കാണാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാരാരും ഇതിന് തയ്യാറാകാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാവും, അത് തീർച്ചയാണ്. പക്ഷേ ഈ ഒരു പരിധി വരെ ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് ഒരു ഉദ്യോഗസ്ഥന്മാർ ഇന്നേ വരെ അതിന് ഇറങ്ങിത്തിരിച്ചിട്ടില്ലെന്നുള്ളത് വലിയൊരു ഖേദകരമായ വാർത്തയാണ്. കാരണം നമ്മുടെയൊക്കെ പല ആൾക്കാരും പഞ്ചായത്തിലായിട്ടും കളക്ടറെ കാണലും എല്ലാം ഈ വെള്ളത്തിന്റെ കാര്യത്തിന്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് പറഞ്ഞ് പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു തീരുമാനം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ നമ്മുടെയൊക്കെ തോടുകളിൽ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ചാലിങ്കപ്പടി അടക്കമുള്ള ഒരുപാട് തോടിന്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതിനകത്തെല്ലാം മണ്ണ് വന്ന് ഈ തോടിന്റെയൊക്കെ പകുതിയോളം മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇതൊന്നും വാരാതെ, ഇതിനൊന്നും ആഴം കൂട്ടാതെ ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് തടയാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ഇതിനൊരു അനുമതി കൊടുക്കുന്നില്ല. മണ്ണ് വാരിച്ചെന്ന് പറഞ്ഞ് നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് ആരോട് ചോദിച്ചാലും പഞ്ചായത്തിൽ ഇപ്പൊ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഉദ്യോഗസ്ഥന്മാർ ഇത് വാരാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയും. ഇപ്പൊ ഈ തോടിന്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങിയ അവരിത് ക്യാമ്പിലേക്ക് മാറുക, ഇത് തന്നെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ നമ്മൾക്ക് ആരെ കൊണ്ട് ഇത് സാധിച്ചില്ല. ഇറിഗേഷൻ വകുപ്പെന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റാണ് ഈ തോടിന്റെ ആറിന്റെ ഒക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അവരൊന്നും ഒരു പരിപാടിക്ക് അവർ ഇതുമായിട്ട് സഹകരിക്കുന്നുമില്ല. അതുപോലെ പഞ്ചായത്ത് വിളിക്കുന്നിടത്ത് ഒരു കാര്യത്തിന് അവരോട്ട് ഇതിനൊരു തീരുമാനം എടുക്കാം, അല്ലെ മന്ത്രിസഭ കൂടുമ്പോഴത്തേന് ഇതിനൊരു തീരുമാനം എടുക്കാൻ ഒന്നും ആർക്കും ഇതിനൊരു ചുമതലയില്ല, ഉത്തരവാദിത്തമില്ല, ഒന്നുമില്ല. ജനങ്ങൾ ഈ ദുരിതം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുതുപ്പള്ളിയുടെ പരിസരത്തുള്ള ഇതുപോലെയുള്ള തോടിന്റെ ആറിന്റെ എല്ലാം തീരമ്പഴി എല്ലാം കുറെ ദിവസങ്ങൾ നടന്നപ്പോഴത്തേനും മിക്കയിടത്തും ഇതിന്റെ എല്ലാ അവസ്ഥ വളരെ പരിതാപകരമാണ്. മുഴുവൻ മരങ്ങളും അതുപോലെ വേസ്റ്റും എല്ലാം അഴിഞ്ഞ് ഇതിപ്പോ തോടെന്നൊക്കെ പറയുന്നവർ ഇല്ലാതെ ആയി വരുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും കാണുന്നിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ നിരന്നൊഴുകുകയും മറ്റുള്ളിടത്തെല്ലാം പെട്ടെന്ന് വെള്ളം കയറുകയും ചെയ്യുന്നത്. ഞാൻ ഈ പാമ്പാടിയിൽ നിന്നാണ് ഞണ്ടുകുളം വഴി പുതുപ്പള്ളി കൊടുവരാറിലേക്ക് ഒരു തോട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആ തോടിന്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം തോട്ടിലൊക്കെ മിക്കവരും കുളിക്കാൻ ഇറങ്ങുമായിരുന്നു. അതുപോലെ പുതുപ്പള്ളിപ്പള്ളിയുടെ വാതിക്കലാണേലും ആറ്റിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആ പെരുന്നാളിന് വരുന്ന സമയത്തൊക്കെ കുളിക്കായിരുന്നു. ഇന്ന് ഒരു മനുഷ്യന് പോലും തോട്ടിലിറങ്ങി കുളിക്കാൻ മേലാത്ത സാഹചര്യമാണ്. കാരണം വെള്ളം അതുപോലെ മോശമാണ്. നമുക്ക് മനുഷ്യനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധജലം അത്യാവശ്യമാണ്. പക്ഷെ ഒരിടത്തും ശുദ്ധജലമില്ല. ഇപ്പൊ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഈ കുപ്പിവെള്ളം മാത്രമാണ് ശുദ്ധജലം എന്ന് എല്ലാവരും പറയുന്നത്. ബാക്കി ഒരിടത്തും ശുദ്ധജലം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? 1-2 ചെറിയ ഉദാഹരണങ്ങളാണ് ഇത്. കണ്ടോ, ഇതുപോലെ തോടുകളിലൊക്കെ വന്ന് പുല്ലൊക്കെ നിറഞ്ഞ് തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ചെറിയ കൈത്തോടുകളാണ്. മുഴുവൻ ഇതൊന്ന് ക്ലീൻ ചെയ്യുകയും ഇതിന് ആഴം കൂട്ടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ വെള്ളം പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവല്ലേ. ഇതൊന്നും ചെയ്യാനൊന്നും ആർക്കും നേരവും ഇല്ല, സമയവും ഇല്ല. ഇതിന്റെ പുറയിൽ ഇറങ്ങിത്തിരിക്കാൻ ആരും ഒരു ഉദ്യോഗസ്ഥരും ഇല്ല, ഇങ്ങനെ ഒരു വകുപ്പും ഇല്ല. ഇത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്തെ പാലാണ്, നിങ്ങളെല്ലാം കാണുന്നതാണ്. അതിൻ്റെ പരിസരം കിടക്കുന്ന കണ്ടോ. ഇതൊക്കെ എന്തുമാത്രം ആഴമുണ്ടായിരുന്ന തോടാണെന്നറിയോ? പുതുപ്പള്ളി കൊടുവരാറെന്ന് പറയുന്നത് ഇപ്പം അത് നശിച്ചു. അതെന്ന് പറഞ്ഞാൽ അതിന് ഇതുണ്ട്. ഇതിൻ്റെ എങ്ങനെ വെള്ളം പോലും ഒഴുകി പോകുന്നുള്ളത് ഉണ്ട്. ഇവിടെ എല്ലാം മൊത്തം അടഞ്ഞു പോയിരിക്കുകയാണ്. അതുപോലെ മുഴുവൻ വേസ്റ്റ് വന്നിട്ട് എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ കുമരകം വഴി യാത്ര ചെയ്തപ്പോഴത്തേനും അവിടെ JCB കൊണ്ട് ഇതുപോലെ അതിൻ്റെ അകത്തെ ചെളിയെല്ലാം കൂടെ കോരി കരയ്ക്ക് വെച്ച് അങ്ങനെ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇവിടെയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴുകിയപ്പം വെള്ളപ്പൊക്കമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് നല്ലപോലെ വെള്ളം ഒഴുകിപ്പൊക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തോടാണ്. അതിപ്പം തോടെന്ന് പറയാൻ പറ്റത്തില്ല, ആ പരുവത്തിലായി കിടക്കുകയാണ്.